ഇതിനൊക്കെ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ജഗതി ചേട്ടൻ. ജഗതി ചേട്ടന്റെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും തീരില്ല. കാരണം ഇംപ്രവൈസ് ചെയ്യുന്ന പ്രിയൻ തന്നെ ചിരിച്ചും, ഞാനുള്ള സിനിമയല്ല, ഞാൻ ഷൂട്ടിംഗ് കാണാൻ പോയതാണ്. ഹലോ മൈ ഡിയർ റോങ് നമ്പറിൽ ജഗതി ചേട്ടൻ വന്ന് അകത്തോട്ട് സ്റ്റേഷനിലോട്ട് കയറി പോകുന്ന ഒരു SI, അത്രേ ഉള്ളൂ. അപ്പൊ വെളിയിൽ എന്തോ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ നിർത്തിയിട്ടുണ്ട്. ജഗതി ചേട്ടൻ കയറി, പ്രിയന്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, കയറി വന്നിടം ജഗതി ചേട്ടൻ വന്നിട്ട് ഓട്ടോറിക്ഷ ഡ്രൈവർ എന്താണ് നിൽക്കുന്നത്. അപ്പൊ ജഗതി ചേട്ടൻ ലൈസൻസ് ഉണ്ടോടാ എന്ന് ചോദിക്കും. ഉടനെ ആള് ഉണ്ട്, ഉണ്ടെങ്കിൽ വെറുതെ നിൽക്കുന്ന ആളാണ്, ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അകത്തേറി പോകും. പ്രിയൻ ചിരിച്ചു, എല്ലാരും ചിരിച്ചു. അതാണ് ജഗതി ചേട്ടൻ. അങ്ങനെ ജഗതി ചേട്ടൻ ഇംപ്രവൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്താരും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം. ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നിട്ട് പുള്ളി അപ്പുറത്തും ഇപ്പുറത്തും നോക്കിയിട്ട് ചുവര് ചുരണ്ടിയിട്ട്, ആ ചുവരില്ലേ, ആ കുമ്മായം ചുരണ്ടിയിട്ട് വേറൊന്നും കിട്ടാത്ത, അത് ജഗതി ചേട്ടന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അങ്ങനെയുള്ള അവരൊക്കെ ചെയ്ത കോമഡി എന്ന് പറഞ്ഞിരുന്നാൽ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചെയ്ത കോമഡി ഒന്നും അല്ല. ഇന്നസെന്റ് ചേട്ടൻ, ജഗതി ചേട്ടൻ, ഇവരൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന കോമഡി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്.